ഇതെന്തുവാടാ? അത് സ്റ്റിക്കർ. ഐ ലവ് യു മമ്മി. ഐ ലവ് യു. ഐ ലവ് യു. ഹായ് ഹായ്. എന്തുവാടാ കയ്യില്? ഇതെന്തുവാ കയ്യില്? ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. മിടുക്കി കണ്ട ഷൂസൊക്കെ കണ്ട എടുത്ത് വെക്കുന്ന കൊച്ച്. ഗുഡ് ഗേൾ. ആണോ? അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കുളിപ്പിച്ചൊക്കെ വന്നു. ഇനി കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കടല കൊടുത്തപ്പം അത്ര താല്പര്യമൊന്നുമില്ല കഴിക്കാൻ. ഇന്ന് കൊണ്ടുപോയ ഫുഡും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഒരാൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് അയാൾ കഴിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് റെയിൻബോ കേക്കിൻ്റെ വീഡിയോ കണ്ടത്. അപ്പം മുതലേ കേക്ക് വേണമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കേക്ക് അങ്ങനെ ഡെലിവറി ആയി. അപ്പോൾ നമുക്ക് ഇനിയും മക്കൾക്ക് കൊടുത്ത് അവരെ ഒന്ന് സർപ്രൈസ് ചെയ്യാം. അപ്പം അവർ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി. എന്താണെന്ന് അവർക്ക് മനസ്സിലായി, കേക്കാണെന്ന് മനസ്സിലായി. ഇനി ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് അവർ നല്ലതുപോലെ സർപ്രൈസ് ആകാൻ പോകുന്നത്, എന്ത് കേക്കാണെന്ന് കാണാൻ പോകുന്നത്. ഇതാണ് റെയിൻബോ കേക്ക്. അങ്ങനെ ഹാപ്പി സ്കൂളിംഗ് എന്നൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്യൽ പരിപാടിയാണ് ഒരു ടാസ്ക്. കാര്യം ഒരാൾ വിട്ടുകൊടുക്കുന്നില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനിയാണ് ഈ കേക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ജാനിക്ക് പൂർണ്ണ അവകാശം വേണമെന്ന് പറഞ്ഞാണ് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ആ ആൾക്ക് തന്നെ അവകാശവും കിട്ടി. അയാൾ കട്ട് ചെയ്യുവാണ്. എങ്ങനെയുണ്ട് കേക്ക്? ഇഷ്ടപ്പെട്ടോ? തരാം. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവർ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനും ഒരു പീസ് കഴിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് റെയിൻബോ കേക്ക് കഴിക്കുന്നത്. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കാട്ടിയും വാൻജോ ചോക്ലേറ്റ് ഒക്കെ ഫ്ലേവേഴ്സാണ് കൂടുതലിഷ്ടം. എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി
ഓർഡർ ചെയ്താണ് അതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കാണാനായിട്ട് അവിടെ ഇരുത്തി. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തു, വിളക്കൊക്കെ റെഡിയാക്കി. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡിനുള്ളതുമൊക്കെ ഏകദേശമൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ വിളക്ക് കത്തിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം അവർക്ക് കളറിങ്ങും കുറച്ച് എഴുതാനും കുറച്ച് നേരം അങ്ങനെ കളർ ചെയ്തേയും പടമൊക്കെ വരച്ച് കുറേ സമയം അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഫുഡും ഞാൻ അവർക്ക് കൊടുത്തു. ഫുഡും ഒക്കെ കഴിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. അങ്ങനെ സമയം അങ്ങ് പോയി. വെരി ഗുഡ്. ഇനി താഴെ ഇതുപോലെ ഒരു ബലൂൺ വെച്ച്. അമ്മ എനിക്ക് ബലൂൺ അറിയാം. ഓക്കേ സൂപ്പർ. ഹായ് എന്റെ ബട്ടർഫ്ലൈ. ഇനി ജാനിയുടെ ബട്ടർഫ്ലൈ കാണിച്ചേ. ഇങ്ങോട്ട് നോക്കി ഇതിൽ കാണിക്ക്. അമ്മയ്ക്ക് കാണാം. ഓക്കേ ഇപ്പോ തന്നെ കൊണ്ട് വന്നേ. ഇത് കാണിക്കാം. കാലിൽ വെച്ചാ. ഓക്കേ. അങ്ങനെ ആക്കി അല്ലാതെ പോയി. മാറി. അയ്യോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി കിടക്കാനുള്ള സമയമായി. എല്ലാം തറയിൽ വാരി ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം എടുത്ത് വെക്കണം. കിടക്കാനായിട്ട് ഒരാൾ ബെഡിലോട്ട് കയറിയിട്ടുണ്ട്. മറ്റേ ആൾ ഇവിടെ വന്ന് ബ്രഷ് ചെയ്യുവാണ്. അയാളും കൂടെ ബ്രഷ് ചെയ്തിട്ട് ഇനി നമ്മൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. Good night.